നമസ്കാരം. മിഷൻ ഡ്രീംസ് അവതരിപ്പിക്കുന്ന വിങ്സ് ഓഫ് ഫയർ എന്ന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ കമാൻഡർ പ്രസന്നയുമായുള്ള ഇന്റർവ്യൂവിന്റെ രണ്ടാം ഭാഗം. നേവിയിൽ സെലക്ഷൻ ലഭിച്ചതിനു ശേഷം പ്രത്യേകിച്ചും വനിതാ ഓഫീസർമാർ വളരെ പരിമിതമായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊരു എടുത്തു പറയത്തക്ക ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആരും അത് കാരണം ഞാൻ ഫസ്റ്റ് പോസ്റ്റിംഗ് പോകുമ്പോൾ ആ ബേസിൽ ഫസ്റ്റ് ലേഡി ഓഫീസറായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനായിട്ട്. പിന്നെ നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. നമ്മൾ കണ്ടെത്തി അങ്ങനെ പോയി. അല്ലാതെ അത് പറയത്തക്ക ഒരു ഡിഫിക്കൽട്ടി ഒന്നുമില്ല. പിന്നെ എഗെയിൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെങ്ങനെ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നു, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ പോയിട്ട് വേണമെങ്കിൽ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് നിരത്താം, പക്ഷെ അതിലല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ഞാൻ എങ്ങനെ അത് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ പ്രധാനം. അല്ലാതെ ഞാനിപ്പോൾ പ്രോബ്ലം ബാക്കിയുള്ളവരോട് വെച്ചു കൊടുത്ത് അവരോട് സോൾവ് ചെയ്യാൻ പറയുന്നതിൽ കാര്യമില്ല. കഴിയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പോകും. ഈവൻ പലയിടത്തും താമസിക്കാൻ നമ്മൾ പോകുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്ന എന്നുള്ള പേര് കർണാടകയിൽ തമിഴ്നാട്ടിലൊക്കെ ആണുങ്ങൾക്കുള്ള പേരാണ്. അപ്പം എന്നെ ഒരു 45 days രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അയച്ചു. അപ്പോൾ അവിടെ മെസ്സേജ് വന്നു, പ്രസന്ന വരുന്നുണ്ട്. ലൈക്ക് അന്ന് ഞാൻ സബ് ലെഫ്റ്റനൻ്റ് ആണ്. അപ്പോൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഒരു ലേഡി ഓഫീസറാണ് വരുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, ഹൂ ആർ യു, വൈ ഹാവ് യു കം? ഞാൻ പറഞ്ഞു, ഐ എം സോ ആൻഡ് സോ, ഹാവ് കം ഫോർ ഒഫീഷ്യൽ ഡ്യൂട്ടി, ദീസ് ആർ ദ പേപ്പേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞു, വി ഡോണ്ട് ഹാവ് അക്കോമഡേഷൻ, യു ഗോ ബാക്ക്. ഈ ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം മദ്രാസിൽ പോയി മദ്രാസിൽ നിന്ന് രാമനാഥപുരത്തേക്ക് ട്രെയിൻ, അത് അന്നത്തെ കാലത്ത് അത് കുറേ ഒരു വളഞ്ഞ റൂട്ടിലൊക്കെയാണ് അവിടെ വരുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു പോകാനായിട്ട് വന്നതല്ല, ഞാനിവിടെ 45 days നിൽക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ദർ ഇസ് നോ സെപ്പറേറ്റ് അക്കോമഡേഷൻ. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നീഡ് സെപ്പറേറ്റ് അക്കോമഡേഷൻ. അവസാനം DSC ഹട്ട്, അതായത് ഈ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വാച്ച് ടവറിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു റൂമും ഒരു ബാത്റൂമും ഉള്ളതുണ്ട്. ഞാൻ പറഞ്ഞു, ഐ എം ഓക്കെ ടു സ്റ്റേ ദർ, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഇനീഷ്യൽ ബാച്ചിൽ എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ ആൻഡ്യൂ അഡ്വാൻറ്റേജ് എടുക്കുന്നു. ആ ഒരു ഇതൊന്നും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഏർലി ബാച്ചസിൽ ലേഡി ഓഫീസേഴ്സ് എല്ലാവരും വളരെ കേപ്പബിൾ, വളരെ ടാലൻറ്റഡ്, വളരെ എനർജറ്റിക്, അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ഓഫീസേഴ്സ് ആയിരുന്നു എല്ലാവരും. ഒരാളെ നമ്മൾക്ക് ഒരു കാര്യത്തിലും കുറ്റം പറയാൻ പറ്റാത്ത, ലൈക്ക് ഒരേ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്തിരുന്നായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും. അപ്പോൾ ആ ഒരു സീലിൽ വരുന്നവർ നമ്മൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. കമാൻഡർ പ്രസന്ന ഇന്റർവ്യൂവിന് പോയതും ജോയിൻ ചെയ്യാൻ പോയതും ഒക്കെ ഒറ്റയ്ക്കായിരുന്നല്ലോ. സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന ഒരു താല്പര്യമായിരുന്നു, അതോ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഉണ്ടായേക്കാവുന്ന കഠിനതകളെ നേരിടാനുള്ള ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിരുന്നു അത്? സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ടേബിൾ ടെന്നീസ് ടൂർണമെന്റിനും NCC ക്യാമ്പിനും ഒരുപാട് ട്രാവൽ ചെയ്തു. അത് മിക്കവാറും യാത്രകളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ തന്നെ യാത്ര ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ എനിക്ക് സ്കൂളിലും കോളേജിലും ഉണ്ടായിരുന്നു. ഒരുപാട് എന്നതിൽ ഒരുപാട് അധികമുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ ലെറ്റർ റൈറ്റിങ്ങിലൂടെ നിലനിർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് എനിക്ക് ഒരു വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഏത് സ്ഥലത്ത് പോയാലും എനിക്ക് എവിടെയെങ്കിലും ഒരു കണക്റ്റ് അന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എല്ലാവരെയും ഒന്നുകിൽ ടെലഗ്രാം വഴിയോ അല്ലെങ്കിൽ ഇതുവഴിയോ ഞാനിങ്ങനെ വരുന്നുണ്ട് എന്നുള്ള ഒരു ഇൻറ്റിമേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്? ഇനിഷ്യൽ പോസ്റ്റിംഗ് INS രാജാലി ആർക്കോണം, അത് കഴിഞ്ഞിട്ട് ആൻഡമാനിൽ INS ഉത്കൃഷ് പോർട്ട് ബ്ലെയർ, പിന്നീട് വിശാഖപട്ടണം INS ഡേഗ, അത് കഴിഞ്ഞ് നേവൽ ബേസ് കൊച്ചിയിൽ വന്നു INS ഗരുഡ, പിന്നെ ഡെപ്യൂട്ടേഷനിൽ ബാംഗ്ലൂർ എയർഫോഴ്സ് സ്റ്റേഷൻ യലാങ്ക. എയർ ട്രാഫിക് കൺട്രോളർ എന്നത് വളരെ വിഷമകരമായ ഒരു ജോലിയാണെന്ന് കേട്ടിട്ടുണ്ട്. ജോലിയെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാമോ? ഞാൻ എയർ ട്രാഫിക് കൺട്രോൾ ബ്രാഞ്ച് സെലക്ട് ചെയ്യാനുള്ള സാഹചര്യം പറയാം. NCCയുടെ ഭാഗമായിട്ട് പാരാസെയിലിംഗ് ചെയ്യാൻ INS ഗരുഡ നേവൽ ബേസ് കൊച്ചിയിൽ പോകാനിടയായി. അപ്പോൾ ഞങ്ങളെല്ലാവരും താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചോദിച്ചു എന്താ ഇത്ര ഡിലേ ചോദിച്ചപ്പോൾ പറഞ്ഞു ATCന്ന് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല.
അപ്പോൾ എന്താണ് ATC എന്നുള്ളത് അവിടെ ഇരിക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതൊന്ന് കയറി കാണാനുള്ള അവസരം ഒരുക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് പെർമിഷൻ എടുത്ത് എന്നെ മുകളിൽ കൊണ്ടുപോയി. ഒരു 4 നില കയറണം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഡ്യൂട്ടി ഓഫീസറോട് ചോദിച്ചു, ഞാൻ ഇവിടെ പാരസൈലിങ്ങിന് വന്നതാണ്, സോ ഐ ജസ്റ്റ് വോണ്ട് ടു നോ എന്താണിത്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ട്രാഫിക് പോലീസ് റോഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നു എന്ന് ടു ബി വെരി ഒരു ലേമൻ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഒരുപാട് ലൈക്ക് ഞങ്ങളുടെ ജോലി വളരെ പ്രത്യേകതയുള്ളതാണ്. വേൾഡിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് ജോബാണ്. ഇവിടെ നമ്മൾക്ക് ഒരു തെറ്റ് വരുത്താനുള്ള ഒരു ചാൻസ് ഇല്ല, കാരണം വി ആർ പ്ലേയിങ് വിത്ത് ഹ്യൂമൻ ലൈഫ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു ജോലിയാണ്. അപ്പോൾ ഈ ATC എന്ന പ്രൊഫഷനിൽ ലൈക്ക് ഒരു കൺട്രോളർ ഓൺ ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ ഒരു വിമാനം സ്റ്റാർട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെയുള്ള റെസ്പോൺസിബിലിറ്റി ലൈക്ക് ആ ഒരു പൈലറ്റിൻ്റെ കംപ്ലീറ്റ് മൂവ്മെൻറ്റ് അറിയുന്ന ഒരു സ്ഥലമാണ് എയർ ട്രാഫിക് കൺട്രോൾ. ഈ ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ആ എൻജിൻ ഓഫ് ചെയ്യുന്നത് വരെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ATC ആൻഡ് ഒരു സ്ഥലത്തേക്ക് പോയി അവിടുത്തെ മിഷൻ കഴിഞ്ഞ് തിരിച്ചെത്തി ലാൻഡ് ചെയ്യുന്ന സമയത്ത് എനി എമർജൻസി അവർ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് ATC ആണ്. ബാക്കിയുള്ളവരെ അലേർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റിന് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് വരികയാണെങ്കിൽ നമ്മളുടെ ഫയർ എഞ്ചിൻ ക്രാഷ് ഫയർ ടെൻഡേഴ്സൊക്കെ അലേർട്ട് ചെയ്ത് അവരുടെ റെസ്ക്യൂ മിഷൻ ചെയ്യുക. അപ്പം ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള സമയമാണ്. ഇവിടെ നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമിൽ റിയാക്ട് ചെയ്യാനും അതിന് ആക്ഷൻ എടുക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഉള്ള ഒരു കഴിവ് നമുക്കതിൽ വേണം. കാരണം ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോലിയാണ്. ഈവൻ റഡാറിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പം നമ്മളുടെ കോൺസെൻട്രേഷൻ ഒരിക്കലും തെറ്റാൻ പാടില്ല. കാരണം ഹ്യൂമൻ ലൈഫ് ആ ഒരു ഫാക്ടറാണ് എപ്പോഴും മനസ്സിലുണ്ടാവേണ്ടത്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് എയർ ട്രാഫിക് കൺട്രോൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വിധി വന്നതിലും നേവിയിൽ എയർ ട്രാഫിക് കൺട്രോളേഴ്സിന് പെർമനൻറ്റ് കമ്മീഷൻ കൊടുത്തിട്ടില്ല. എയർഫോഴ്സിൽ ഉണ്ട്. ഇപ്പോൾ ഇനി അടുത്ത ലെവൽ ഞങ്ങളുടെ ഫൈറ്റ് അതിനു വേണ്ടിയായിരിക്കും. കാരണം ഞാൻ ഒരു കൺട്രോളറായിട്ട് നേവിയിലിരുന്നാൽ എനിക്ക് ഷോർട്ട് സർവീസ്, ഞാനൊരു കൺട്രോളറായിട്ട് എയർഫോഴ്സിലിരുന്ന് കഴിഞ്ഞാൽ പെർമനൻറ്റ് കമ്മീഷൻ. ആ ഒരു ഡിസ്ക്രിമിനേഷൻ വന്നിട്ടുണ്ട് ആ ജഡ്ജ്മെൻറ്റിൽ. മേ ബി അതൊരു ബൈ മിസ്റ്റേക്ക് വാട്ട് എവർ ഇറ്റ് ഇസ്, അത് എഗെയിൻ കോർട്ടിലോ അല്ലെങ്കിൽ ഒരു പോളിസി ചേഞ്ചിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. കരിയറിൽ ഏറ്റവും അധികം അഭിമാനം തോന്നിയ ഒരു നിമിഷം ഏതായിരുന്നു, അല്ലെങ്കിൽ സന്ദർഭം ഏതായിരുന്നു? 3-4 ഈവെൻറ്റ് ഇൻ്റർനാഷണൽ ഈവെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. അപ്പോൾ ശ്രീലങ്കൻ ചീഫ് ഓഫ് ആം ഫോഴ്സസ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ലൈക്ക് അവരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രാവശ്യം വിസിറ്റിംഗ് VIPസിൻ്റെ ലിയസൺ ഓഫീസറായിട്ട് പ്രവർത്തിക്കാനായിട്ട് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ റെയർ ആയിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് വീണ് കിട്ടി. ആൻഡമാനിലുള്ള സമയത്ത് ചില ഐലൻഡിലൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോകാനുള്ള അവസരം കിട്ടി. അപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും. എയ്റോ ഇന്ത്യ ഇവിടെ യലഹങ്കയിൽ നടക്കുന്ന എയ്റോ ഇന്ത്യയിൽ കോർഡിനേഷൻ ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഒരുപാട് ഫോറിൻ ഡിഗ്നിറ്ററീസിനെ മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു ലൈഫിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. അതുപോലെ INS രജാലിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫയറിംഗ് ടീമിനെ സെലക്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഞങ്ങൾ കോമ്പറ്റീഷന് പോയി. അപ്പോൾ ഒരേ ഒരു വനിതാ പാർട്ടിസിപ്പൻറ്റ് ഞാനും എൻ്റെ കൂടെ 500 മുകളിൽ ആൾക്കാർ നേവിയിൽ നിന്നുണ്ട്, ഓഫീസേഴ്സ് ആൻഡ് സെയിലേഴ്സ്. അപ്പോൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 2 മാസമായിട്ട് ഞങ്ങളുടെ യൂണിറ്റിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ആ യൂണിറ്റിൽ ഒരു ചാമ്പ്യൻഷിപ്പ് വാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങളുടെ ആ കമാൻഡിങ് ഓഫീസർ പുള്ളി ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് ഒരിക്കലും ലൈക്ക് എല്ലാ യൂണിറ്റിലും ഈക്വലി കേപ്പബിൾ, എല്ലായിടത്തും വളരെ നല്ല ഷൂട്ടേഴ്സ് ഉണ്ടെങ്കിലും ആ ഒരു പ്രാക്ടീസും ഞങ്ങളുടെ ടീമിൻ്റെ ഡിറ്റർമിനേഷൻ കാരണം ഞങ്ങൾക്കൊരു ട്രോഫിയൊക്കെ വാങ്ങി ഞങ്ങൾ വന്നൊരു സംഭവം ഉണ്ടായി. അതുപോലെ ഞാൻ ജോയിൻ ചെയ്ത്
ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസർ. അദ്ദേഹം ഒരു ഫോറിൻ ടെന്യൂർ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പം പുള്ളിയുടെ സ്റ്റാഫ് ഓഫീസറിൻ്റെ ഒരു വേക്കൻസിയിൽ സെലക്ഷൻ നടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ബേസിലുള്ള ഏകദേശം 150 ഓഫീസേഴ്സിൻ്റെ അതിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. അതിൽ ഞാനാണ് വളരെ ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാൾ. ആൻഡ് എൻ്റെ സീനിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേലും 5-8 വർഷം സീനിയർ ആയിട്ടുള്ളവരും ഈ ഒരു ഇതിന് സെലക്ഷൻ പ്രോസസ്സിന് പോയി. അപ്പം എല്ലാവരും ഭയങ്കര ഇതായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്നു. ഞാനിങ്ങനെ എന്നെ വിളിച്ചു, പക്ഷേ എനിക്കറിയാം എനിക്കതൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം എന്നേലും എത്രയോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെയുണ്ട്. ചെന്നു, പുള്ളിയുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ചോദിച്ചതിനൊക്കെ എന്നോട് ചോദിച്ചു, ആർ യു കോൺഫിഡൻറ്റ് ദാറ്റ് യു ക്യാൻ ടേക്ക് ഓവർ? ഞാൻ പറഞ്ഞു എൻ്റെ ഇയർ ഓഫ് സർവീസ് വളരെ ലിമിറ്റഡ് ആണ്, അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ എനിക്ക് എന്നെ പഠിപ്പിച്ചു തരാനോ ഇല്ലെങ്കിൽ എവിടെയാണ് ഞാനത് നോക്കി മനസ്സിലാക്കേണ്ടതെന്നുള്ള ഗൈഡൻസ് എനിക്ക് തരാമെങ്കിൽ ഐ വിൽ ഡു ദിസ് ജോബ് ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഡോണ്ട് ലുക്ക് അറ്റ് യു ആസ് എ ലേഡി, ഐ ലുക്ക് അറ്റ് യുവർ സ്ട്രൈപ്സ്. Okay, and if you are keen to learn and perform, let me see what best I can do എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സെലക്ഷൻ ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞപ്പോൾ എന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ പലരും പറഞ്ഞു, ജസ്റ്റ് ബിക്കോസ് യു ആർ എ ലേഡി യു ഗോട്ട് സെലക്റ്റഡ്. ഞാൻ പറഞ്ഞു, സോറി, എന്നോട് പറഞ്ഞത് ഇതാണ്, ഐ ഡോണ്ട് ലുക്ക് അറ്റ് യുവർ ഫേസ്, ഐ ലുക്ക് അറ്റ് യുവർ സ്ട്രൈപ്സ് ആൻഡ് യുവർ ഔട്ട്പുട്ട്, ലൈക്ക് വാട്ട് യു ഡു, ഹൗ യു പെർഫോം. If you are not a performer, you will be kicked out. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ഓഫീസറായി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ആളോട് പുള്ളി ബ്രീഫിംഗ് കൊടുത്തപ്പോൾ പറഞ്ഞു, ഡോണ്ട് ചേഞ്ച് ഹെർ, കണ്ടിന്യൂ. അവസാനം അവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾക്കും ഇൻവോൾവ്മെൻ്റ് എടുക്കേണ്ടി വന്നു. എനിക്ക് ലീവിന് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. കാരണം ഒരുപാട് റെസ്പോൺസിബിലിറ്റി വന്നു. പക്ഷേ എനിക്ക് ഇതൊക്കെ വളരെ സന്തോഷമായിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് കൂടുതൽ ജോലി ചെയ്യാനൊക്കെ ആയിട്ടായിരുന്നു ഇൻട്രസ്റ്റ്. അല്ലാതെ എനിക്ക് റൂമിൽ പോയിട്ട് വെറുതെ പോയി കിടന്നുറങ്ങാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം കുറേ കാര്യങ്ങൾ പഠിക്കണം, കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ നേവിയിൽ ഞാൻ സ്പെൻഡ് ചെയ്ത ഓരോ ദിവസവും എനിക്ക് വളരെ സന്തോഷവും അങ്ങനെ ഒരു റിഗ്രറ്റ്സും ഇല്ല. അടുത്ത ജന്മത്തിലും നേവി തന്നെ ചേരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഒരു നേവി ഓഫീസർ ആയിരുന്നില്ലെങ്കിൽ കമാൻഡർ പ്രസന്ന ആരാവുമായിരുന്നു? സിവിൽ സർവീസ്. ഒരു എയർ ട്രാഫിക് കൺട്രോളർ ആവണമെന്ന സ്വപ്നം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിനുവേണ്ടി ഏതെങ്കിലും പ്രത്യേക സബ്ജക്റ്റ് പഠിക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള പരിശീലനം നടത്തേണ്ടതായിട്ടുണ്ടോ സെലക്ഷൻ ലഭിക്കാൻ വേണ്ടി? ഇപ്പം നേവിയിൽ ATCയിൽ വരണമെങ്കിൽ BTech ആണ് ഇപ്പം മിനിമം ക്വാളിഫിക്കേഷൻ. ആൻഡ് സിവിൽ ATCയിലും BTech ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. നമ്മളുടെ നേവിയുടെ വെബ്സൈറ്റിൽ പറയുന്ന ആ ക്വാളിഫിക്കേഷനും ആ മിനിമം പെർസെൻറ്റേജും ഇറ്റ്സ് എ മസ്റ്റ്. അത് കഴിഞ്ഞേ ബാക്കി അടുത്ത സ്റ്റെപ്പ് ഉള്ളൂ. അപ്പോൾ അതിലിപ്പോൾ സപ്പോസ് 50% മതി എന്ന് പറഞ്ഞാലും ദർ വിൽ ബി എ ബെഞ്ച് മാർക്ക്. കാരണം ഇപ്പോൾ ഒരു 20,000 ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 20,000 പേരുടെ ഇൻ്റർവ്യൂവും ടെസ്റ്റും നടത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു 80% or 75% depending on the number of candidates, they will put a benchmark for the initial screening. അതല്ലെങ്കിൽ ആ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ബ്രാഞ്ച് ടു ബ്രാഞ്ച്, സർവീസ് ടു സർവീസ് വ്യത്യാസമുണ്ട്. മറക്കാനാവാത്ത എന്തെങ്കിലും ഇൻസിഡന്റ് അനുഭവം? ഞാൻ INS രാജാലി ആർക്കോണത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു DRDOയുടെ ഒരു മിഷൻ സോട്ടി, കുറേ സയൻറ്റിസ്റ്റും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസേഴ്സ് മെസ്സിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ പൈലറ്റ്സ് എല്ലാവരും നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, വൈകുന്നേരം എല്ലാവരെയും കാണുകയും ചെയ്യും. അപ്പോൾ വളരെ സന്തോഷമായിട്ട് എല്ലാവരും സംസാരിക്കും. അപ്പോൾ രാവിലെ എല്ലാവരെയും ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടു. ഉച്ചയ്ക്ക് അവരുടെ സോട്ടി ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ അത് അവരുടെ ലാസ്റ്റ് സോട്ടിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ വൈകുന്നേരം അവരൊരു ചെറിയൊരു ഗെറ്റ് ടുഗദർ പ്ലാനൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യാൻ എന്നോട് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യാം, നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറഞ്ഞ് 8 പേരെ ഞാൻ യാത്രയാക്കി. അപ്പോൾ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ അത് ലഞ്ച് ബ്രേക്ക് ടൈം. അപ്പോൾ ഞാൻ വേറെ ഒരു ഓഫീസിലിരിക്കുകയാണ്. ഞാൻ ആ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യണം ഞാൻ കണ്ടു.
ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ച് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈറൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈറൻ, ഈ ക്രാഷ് സൈറൻ ആണ്. അപ്പോൾ അത് എന്തോ ഒരു ഡേഞ്ചർ നടന്നതാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂടെ ഫയർ എഞ്ചിനെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വേഗം സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് ഞാനും അവരുടെ കൂടെ പോയി നോക്കിയപ്പം ഈ എയർക്രാഫ്റ്റ് ക്രാഷ് ആയിട്ട് ഇങ്ങനെ പീസസ് ആയിട്ട് കിടക്കുന്നു. ആൻഡ് 8 പേരുടെ ബോഡി ചെതറി പല ഡയറക്ഷനിൽ കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറേ കമ്പോണൻസ് അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. ആൾക്കാർ ഓടിക്കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓപ്പൺ ഏരിയ, ഒരു ജംഗിൾ ടൈപ്പ് ഏരിയ ആണ്. ആർക്കും അവിടെ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വഴി അറിയണം. അതൊക്കെ കുറേ റെസ്ട്രിക്റ്റഡ് ഏരിയയിലുള്ളതാണ്. പിന്നെ അവിടെ ബോഡി പാർട്സൊക്കെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കണു. അതിൽ ഒരാൾ ലാസ്റ്റ് ശ്വാസം ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ജസ്റ്റ് മരിക്കുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ റെസ്ക്യൂ മിഷൻ തുടങ്ങി. ഈ പാർട്സ് എല്ലാം ഇങ്ങനെ ഓരോരുത്തരുടെ കളക്ഷനൊക്കെ തുടങ്ങി. അതിൽ അവിടെ നിൽക്കുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ നമ്മൾ കോഫിൻ റെഡിയാക്കിയിട്ട് എന്താ അതിൽ പാക്ക് ചെയ്ത് അയക്കാമെന്ന് പോലും നമ്മൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു സീനായിരുന്നു. കാരണം ഫുൾ സ്കാറ്റേർഡാണ്. അതിൽ ആരും എന്തെന്നൊന്നുമില്ല. അസ്യൂം ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു സംഭവം ആ ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് എവിടെ നിന്നൊരു ശക്തി കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു ഒരിക്കലും മറക്കാനാവാത്തൊരു ഇൻസിഡൻ്റാണ്. അത് കൂടാണ്ട് ഈ ആൻഡമാനിലും പലപ്പോഴും പല റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ്, ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ക്രാഷ് നമ്മൾ മുമ്പിൽ കണ്ടത് വളരെ ഒരു മറക്കാനാവാത്തൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. നേവിയിൽ വനിതാ ഓഫീസർമാർക്ക് പെർമനന്റ് കമ്മീഷനുള്ള അവസരം ലഭിക്കാൻ വേണ്ടിയുള്ള നിയമയുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് കമാൻഡർ പ്രസന്നയാണ്. എന്താണ് അങ്ങനെയൊരു നിയമയുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്? ഞങ്ങൾ ഇനീഷ്യൽ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾ സൈൻ ചെയ്തത് 7 ഇയേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ 5th ഇയറിൽ ഞങ്ങളുടെ വില്ലിങ്നെസ് ചോദിച്ചു. ഞങ്ങളുടെ ബേസ്ഡ് ഓൺ അവർ പെർഫോമൻസ് ഞങ്ങൾക്ക് ഫർദർ എക്സ്റ്റൻഷൻ ടു 10 ഇയേഴ്സ് കിട്ടി. 10 ഇയേഴ്സ് കഴിഞ്ഞത് 12 to 49. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഫർദർ കണ്ടിന്യൂവേഷൻ വരുന്നു. പക്ഷേ 14 ആയപ്പം അത് സ്റ്റോപ്പായി. അപ്പോൾ ആ ഇടയ്ക്ക് ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഒരു വിധി വന്നു ഫോർ എയർഫോഴ്സ് ഓഫീസേഴ്സ്. അവർക്ക് പെർമനൻറ്റ് കമ്മീഷനുള്ള വിധി വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു അന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾ കുറച്ച് സർവീസ് ഇറങ്ങിക്കഴിഞ്ഞാണ് ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയത്. അപ്പോൾ ഫേസ്ബുക്കിലെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഈ 14 വർഷം സെർവ് ചെയ്ത് പുറത്തിറങ്ങിയ വിമൻ ഓഫീസേഴ്സ് എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്ത് ഞങ്ങൾ ഒരു ലോയറെ ഡൽഹിയിൽ ഫൈനലൈസ് ചെയ്ത് അവർ ഞങ്ങൾക്ക് വേണ്ടി കേസ് വാദിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ പ്രൊസീജിയറെല്ലാം ചെയ്തു. 2015 സെപ്റ്റംബർ 5 ഞങ്ങൾക്ക് ഡൽഹി ഹൈക്കോർട്ടിൻ്റെ വിധി വന്നു. ഞങ്ങളെ തിരിച്ചെടുക്കാനും പെർമനൻറ്റ് കമ്മീഷൻ്റെ എല്ലാം വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടി. അതിനുശേഷം ഞങ്ങൾ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററെ പോയി കണ്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇഫ് വിമൻ ആർ ഗുഡ് ഫോർ 14 ഇയേഴ്സ്, ഹൗ കാൻ ദേ ഗോ ബാഡ് ആഫ്റ്റർ 14 ഇയേഴ്സ്? ഡെഫിനറ്റ്ലി യു വിൽ ബി ടേക്കൺ ബാക്ക്. വളരെ സന്തോഷത്തോടെ ഡൽഹിയിൽ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തി ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു. ലാസ്റ്റ് ഡേ നേവി സുപ്രീം കോർട്ടിൽ അപ്പീൽ പോയി. പിന്നെ അഗെയിൻ ആർ ഫൈറ്റ് കണ്ടിന്യൂ. കേവിയറ്റ് ഫയൽ ചെയ്യുക, പുതിയ ലോയറെ കണ്ടുപിടിക്കുക, അങ്ങനെ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തു. ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു. ഒരുപാട് പത്രക്കാരൊക്കെ ഇതിനെപ്പറ്റി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സഹായമൊക്കെ തന്നു. ഇത് വി ആർ ഫൈറ്റിംഗ് ഫോർ എ കോസ്. കാരണം ഇന്ത്യയിൽ ഈ ആം ഫോഴ്സസിൽ ഒരു നല്ല കരിയറല്ല, ജോബ് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ വനിതകളെല്ലാവരും ഇതിനേക്ക് ഇറങ്ങാനായിട്ട് മടിക്കും. അപ്പോൾ നമ്മളുടെ വേൾഡിൽ ബാക്കി രാഷ്ട്രങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മാത്രം വനിതകൾ ഇതിൽ മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ രാജ്യം പ്രോഗ്രസ് ചെയ്യില്ല. ഇത് ജസ്റ്റ് ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് ആരും ആം ഫോഴ്സസിൽ വരരുത്. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഈ ആം ഫോഴ്സസിൽ ഒരു കരിയറായിട്ട് വനിതകൾ മുമ്പോട്ട് വരണം എന്നുള്ള ഒരു ഉദ്ദേശവും, ഈ ഫൈറ്റ് കൊണ്ട് ചിലപ്പോൾ എൻ്റെ ജനറേഷന് ഗുണം കിട്ടിയെന്ന് വരില്ല, അടുത്ത ജനറേഷന് ഗുണം കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു.
കാരണം എപ്പോഴും ഒരു മാറ്റം ആഗ്രഹിച്ച് നമ്മൾ പൊരുതി നേടുമ്പോൾ അത് എല്ലാ പ്രാവശ്യവും അത് നമ്മൾക്ക് ഫേവറായിട്ട് വന്നോളണമെന്നില്ല എന്നുള്ളത് തോന്നിയിരുന്നു. പക്ഷേ എന്തെങ്കിലും ഞങ്ങളുടെ ഫൈറ്റിന് ഒരു അർത്ഥം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഇത്ര ദീർഘനാളത്തെ ഒരു ഫൈറ്റ് കൊണ്ട് ഞങ്ങൾ പോയത്. അപ്പം അതിന് ഇപ്പം മാർച്ച് 17 ഓണറബിൾ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് ഞങ്ങൾക്ക് ഫേവറായിട്ട് കിട്ടി. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് പെർമനൻറ്റ് കമ്മീഷൻ, അതായത് അവർ മെറിറ്റിൽ വരികയാണെങ്കിൽ ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ഒരു മെയിൽ ഓഫീസറിനോടൊപ്പം ഒരു ലേഡി ഓഫീസറിനും പെർമനൻറ്റ് കമ്മീഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ അതുണ്ടായിരുന്നില്ല. വനിതകൾക്ക് പെർമനന്റ് കമ്മീഷൻ നൽകാതിരിക്കാനുള്ള പ്രധാന കാരണമായി ഇന്ത്യൻ നേവി ചൂണ്ടിക്കാട്ടിയത് എന്തായിരുന്നു? നാവികസേനയിൽ ജോലി ചെയ്യുന്ന വനിതകൾ ഷിപ്പിൽ പോകുമ്പോൾ അവരുടെ ഒരു മെയിൻ റീസൺ പറഞ്ഞത് ബാത്റൂം ഫെസിലിറ്റി. ഈ ഷിപ്പിൽ ഇപ്പം ഒരു വനിതയായിട്ട് വിടാൻ പറ്റില്ല, കൂടുതൽ ആൾക്കാർ വേണ്ടി വരും, അവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി എന്നൊക്കെ ഒരു റീസണാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ 2 years വരെ ഷിപ്പിൽ സെർവ് ചെയ്ത ലേഡി ഓഫീസേഴ്സ് ഉണ്ട്, മെഡിക്കൽ ഓഫീസേഴ്സും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ലൈക്ക് മോർ ദാൻ 1 year ഷിപ്പിൽ സെർവ് ചെയ്തതാണ്. അവർക്കൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പോളിസി മേക്കേഴ്സ് ഇതാണൊരു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ കോമ്പാക്ട് റൂൾ മറ്റേത് അതെന്നൊക്കെ പല പല കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൽ ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ ഒരു പോസ്റ്റിംഗ് അല്ലാതെ ബാക്കിയെല്ലാം ഷോർ പോസ്റ്റിംഗ് ആണ്. അതുപോലെ പല ബ്രാഞ്ചിലും വിമൻ ഓഫീസേഴ്സ് ഈ ഷോർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നേവിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു എയർ ട്രാഫിക് കൺട്രോളറായിരുന്നു. ലേഡീസിൻ്റെ വോയിസ് ജനറലി ഹൈ പിച്ച് ആയതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള വോയിസാണ്. അപ്പോൾ ഈ എയർ ട്രാഫിക് കൺട്രോളിൽ റേഡിയോ ടെലിഫോണിയിൽ ട്രാൻസ്മിഷനിൽ ഒരു പൈലറ്റിന് ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ലേഡി വോയിസും ഒരു സാധാരണ ഒരു പുരുഷൻ്റെ ശബ്ദവും കേൾക്കുമ്പം ലേഡി വോയിസാണ് വളരെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നത്. ആൻഡ് ഒരുപാട് ലേഡി ഓഫീസേഴ്സ് ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ ബ്രാഞ്ചിലുണ്ട്. ആൻഡ് ബ്രാഞ്ചിൻ്റെ ഏവിയേഷൻ്റെ പെർഫോമൻസ് ഓവറോൾ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാ സീനിയേഴ്സും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മൈൻഡ് സെറ്റാണ്. അത് നമ്മൾക്ക് ഒരു മാറ്റം ആവശ്യമാണ്, അത് അക്സെപ്റ്റ് ചെയ്ത് മാറ്റിയെടുക്കുക. പിന്നെ എല്ലാം നമ്മൾ പൊരുതിയേ നേടാവൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ പൊരുതി അത് നേടിയെടുത്തു എന്നുള്ളൊരു സന്തോഷം ഇപ്പോൾ ഉണ്ട്. കാരണം ഒരു സിവിൽ മെർച്ചൻ്റ് ഷിപ്പിൽ ഒരു മലയാളി ലേഡി ഈ വേൾഡ് മുഴുവൻ ചുറ്റുന്നുണ്ട്. 6 ലേഡി ഓഫീസേഴ്സ് നേവിയിൽ നിന്ന് ഒരു പായക്കപ്പലിൽ ലോകം മുഴുവൻ ചുറ്റിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞ ന്യൂസാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സുനിത വില്യംസ്, കൽപ്പന ചൗള, ഇവരെല്ലാവരും വളരെ എക്സ്ട്രീം കണ്ടീഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഫഷൻ, ഈ ഒരു കരിയറിലേക്ക് വരുമ്പോൾ ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. അല്ലാതെ ഞാൻ അവിടെ വന്നു ഞാനിത് ചെയ്യില്ല എന്ന് ആരും പറയുന്നില്ല. ഞങ്ങൾക്ക് അവസരം തരൂ, ഞങ്ങൾ ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നത് നമ്മളെ യുദ്ധത്തിന് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്താവും എന്നുള്ളത്. ഈ ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് സർവീസ് ആണോ പെർമനൻറ്റ് കമ്മീഷൻ ആണോ എന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. എനിമി ഈസ് എനിമി. പിന്നെ ഈ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് മരിക്കുക എന്നുള്ളത് പറയുകയാണെങ്കിൽ അതിനൊരു ഇതുണ്ട്. കാരണം അഭിമാനമുണ്ട്. ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. അതായത് ഐ ഹാവ് ഡൺ സംതിങ് ഫോർ മൈ കൺട്രി. എൻ്റെ ലൈഫ് കൊണ്ട് നമ്മുടെ രാജ്യത്തിനൊരു മീനിങ് ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഡിഫൻസിലുള്ള ഓരോ വ്യക്തിയുടെയും മനസ്സിലുള്ള ഒരു ഫീലിംഗ് അതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പറ്റിയൊരു ഫീൽഡല്ല. പക്ഷേ ആ ഇൻക്ലിനേഷൻ, ആ ഒരു നമ്മുടെ കൺട്രി, ആ ഒരു പെട്രിയോട്ടിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവരതൊന്നും വേറൊന്നും ആലോചിക്കില്ല. ബാക്കിയെല്ലാം അവർക്ക് സെക്കൻഡറി ആണ്. അപ്പോൾ ആ ഒരു ഫീൽ, ആ ഒരു സ്പാർക്ക് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ആം ഫോഴ്സസ് വളരെ നല്ലൊരു കരിയർ തന്നെയാണ്. നേവിയുമായുള്ള നിയമയുദ്ധത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുടുംബജീവിതവും പേഴ്സണൽ
ലൈഫും ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഈ കേസ് പലപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് നടക്കാതെ പോകും. അപ്പോൾ നമ്മളിൽ ഒരാൾ എപ്പോഴും ഡൽഹിയിൽ ഹിയറിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു 10-15 പ്രാവശ്യം ഡൽഹി പോണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും കേസ് ലിസ്റ്റ് ചെയ്യും, അവിടെ പോകുമ്പോൾ പറയും ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് എറ്റ് ജോൺ, എന്തെങ്കിലും ഒരു സില്ലി റീസൺ പറഞ്ഞിട്ട് അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ലോജിസ്റ്റിക് അറേഞ്ച്മെൻറ്റ്, അത് അവിടെ താമസിക്കാനും അവിടെ മൂവ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ കണ്ടെത്തണം. ആൻഡ് മകള് വളരെ ചെറിയ പ്രായം, അവളെ സുരക്ഷിതമായിട്ട് നോക്കാനുള്ളൊരു ഏർപ്പാടും ചെയ്യാതെ പറ്റില്ല. അപ്പോൾ ഇത് ബാലൻസിങ് വലിയൊരു ചലഞ്ചായിരുന്നു. പേരൻസിൻ്റെ സപ്പോർട്ട് വേണം, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വേണം. ആൻഡ് ഡൽഹിയിൽ സുപ്രീം കോർട്ടിലൊക്കെ പോയത് ഒരു വലിയൊരു അനുഭവമാണ്. കാരണം ടി വിയിൽ നമ്മളിങ്ങനെ ന്യൂസിലൊരു ഡോം സ്ട്രക്ചറൊക്കെ കണ്ടിങ്ങനെ സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു ഇമേജ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ഇമേജ് അതാണ്. പക്ഷെ അവിടെ ക്യൂവിൽ നിന്ന് പാസ് എടുത്ത് സുപ്രീം കോർട്ടിലേക്ക് ഏത് കോർട്ട് റൂമാണെന്നൊക്കെ അന്വേഷിച്ച് അവിടെയൊക്കെ പോയി നമ്മളവിടെ ഇങ്ങനെ നിൽക്കുക. നമ്മളുടെ പേഴ്സണൽ സാധനങ്ങളെല്ലാം അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വേണം അകത്ത് കയറാൻ. അതിനൊരാൾ നമ്മൾക്ക് സേഫായിട്ട് വേണം. അപ്പോൾ ഞാൻ ഒരിക്കൽ പോയി അവിടെ പാസിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ മിസ്റ്റർ നമ്പി നാരായണൻ എൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, സർ ഞാൻ ഒരുപാട് പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട്, പരിചയപ്പെടാൻ അല്ലെങ്കിൽ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്താ കുട്ടി വന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മാറ്റർ. ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ സുപ്രീം കോർട്ടിൻ്റെ വരാന്തയിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. ഞാൻ നമ്മുടെ ചാനലിലൊക്കെ കാണുന്ന ഒരുപാട് വ്യക്തികളെ അവിടെ കണ്ടു. അപ്പോൾ അവരിൽ ഒരാളായിട്ട് ഞാനും ഇങ്ങനെ അവിടെ ആ വരാന്തയിൽ കയറി ഇറങ്ങി നടക്കേണ്ട ഒരു നിർഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കുറച്ച് കുട്ടികൾക്കെങ്കിലും ഒരു ഡിഫൻസ് ഓഫീസർ ആവണമെന്നുള്ള സ്വപ്നമോ ആഗ്രഹമോ മനസ്സിലുണ്ടാവും. അവരോട് കമാൻഡർ പ്രസന്നയ്ക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം പേരൻസ് കുട്ടികളെ ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതല്ലാതെ എനിക്കൊരു മകളുണ്ട്, ആ മകള് ഡോക്ടർ ഓർ എൻജിനീയർ ആവണം എന്നുള്ള ആ ഒരു അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത മാറ്റണം. അവരെ ഫ്രീ ആയിട്ട് വിടുക. അതായത് അവർ തീരുമാനിക്കണം അവർക്ക് എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് നമ്മളുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു നല്ലൊരു കരിയർ വേണം, ഒരു ജോബ് സെക്യൂരിറ്റി വേണം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആൻഡ് എൻ്റെ കഴിവെന്താന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മുടെ ടീച്ചേഴ്സിന് പറഞ്ഞു തരാൻ പറ്റും. അതായത് കുട്ടിയുടെ ലിമിറ്റ് ഇത്രയാണ്, അതായത് ഈ ഒരു ലെവലിൽ ബിയോണ്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ കുട്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബിയോണ്ട് പോകാൻ പറ്റും എന്നുള്ളത്. പിന്നെ പലർക്കും പല വീടുകളിലും കുറച്ച് വേണ്ടാത്ത കുറേ ചിട്ടകളും കുറേ റെസ്ട്രിക്ഷൻസൊക്കെ വീട്ടിൽ വയ്ക്കും. അതിൽ വലിയ അർത്ഥമില്ല. കാരണം ഇപ്പം ഈ ഒരു ഇതിൽ മുന്നേറി പോകണം എന്ന് വിചാരിച്ച് വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കുട്ടികൾ എന്തായാലും അത് പോകും. പിന്നെ നമ്മൾ കുട്ടികളോട് പറയാം, ദീസ് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെയും വരായികകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കുട്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മൾക്ക് വലിയ പ്രശ്നമില്ലാണ്ട് മുമ്പോട്ട് പോകും. പിന്നെ വേറെ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാട്ടിൻപുറത്തുള്ള കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല, ഇൻ്റർനെറ്റ് അത്ര യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ലോകത്ത് എന്തൊക്കെ അവൈലബിൾ ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യം അവർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അത് കുറച്ച് കരിയർ ഗൈഡൻസോ അല്ലെങ്കിൽ പല ഫോറും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും വെച്ചിട്ട് അവർ മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ ഒരു എയിം ഉണ്ടായിരിക്കണം, ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് വർക്ക് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ നോക്കണം. അതല്ലാതെ നമ്മൾ വെറുതെ നമ്മുടെ ലൈഫ് കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണ്ടേ, അപ്പം അതനുസരിച്ച് പ്രവർത്തിക്കണം. കേരളത്തിൽ നിന്നും ഡിഫൻസിലേക്ക് ജോയിൻ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ കുറച്ച് അപ്പർ മിഡിൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഫാമിലിയിൽ ഡിഫൻസിലുള്ള കുട്ടികൾ അവർ ഇതൊരു ഓപ്ഷനായിട്ട് എടുത്തിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. അല്ലാത്ത കുട്ടികൾക്ക് ഇപ്പോഴും ഒരു ചെറിയ ഇൻഹിബിഷൻ ഉണ്ട്. അത് കുറച്ചും കൂടെ ഒരു അവെയർനെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. പക്ഷേ മലയാളികൾ ഒട്ടും പറയില്ലല്ലോ. ആൻഡ്
നല്ല ക്വാളിറ്റി ആൻഡ് മെറിറ്റിൽ വരുന്ന മലയാളി പെൺകുട്ടികൾ വളരെയധികം ഉണ്ട്. അപ്പം കേരളം ഒട്ടും മോശമല്ല. എന്നാലും ഇനിയും നമ്മൾക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. അത് ഒരു കുറച്ചും കൂടെ ഒരു അവെയർനെസ്സും പേരൻസിനൊരു കോൺഫിഡൻസും കൊടുക്കുകയാണെങ്കിൽ ഇനിയും കുട്ടികൾക്ക് ഇതൊരു നല്ലൊരു കരിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. കമാൻഡർ പ്രസന്നയുമായുള്ള ഇന്റർവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി കമാൻഡർ പ്രസന്ന, ഇത്രയും നേരം വിങ്സ് ഓഫ് ഫയറിന് വേണ്ടിയും അതിലൂടെ വളർന്നു വരുന്ന ഒട്ടേറെ കുട്ടികൾക്ക് വേണ്ടിയും സമയം ചെലവഴിച്ചതിൽ. താങ്ക് യു. കമാൻഡർ പ്രസന്നയുമായുള്ള ഈ ഒരു ഇന്റർവ്യൂ ഒരുപാട് കുട്ടികൾക്ക് ആത്മവിശ്വാസവും പ്രചോദനവും ഏകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിങ്സ് ഓഫ് ഫയറിന്റെ ഇനിയുള്ള എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു അതിഥിയുമായി വിങ്സ് ഓഫ് ഫയറിന്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.